വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ വോളിയം അല്ലേ, വ്യാപ്തം എന്ന് പറയുന്നത്. അതിൻ്റെ 4 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടെസ്റ്റ് ഉൾപ്പെടെ ടെസ്റ്റിനകത്തിലെ മൊത്തം കണക്കുകൾ നമ്മൾ ചെയ്താണ് പോകുന്നത്. ഇനി നമ്മൾ അതായത് നമ്മൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിലിട്ടാണ്. ഇനി നമ്മൾ വലിയ അളവുകൾ എന്ന് പറയുന്ന പേജാണ് ഇനിയും പഠിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നോക്കണമെങ്കിൽ വലിയ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വലിയ അളവുകൾ ലാർജ് മെഷർ എന്നാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ. ലാർജ് മെഷർ ഓക്കെയാണോ? അതിനകത്ത് കൊടുത്തേക്കുന്നത് നീളവും വീതിയും ഉയരവും 1 മീറ്ററായ നീളവും വീതിയും ഉയരവും എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ ഒരു സമചതുര കട്ട മീൻസ് എന്താ ഈ ഒരു കട്ട, ഇതിൻ്റെ നടുക്ക് കട്ട വരയ്ക്കാൻ അറിയത്തില്ലേ നോക്കിക്കോട്ടെ കേട്ടോ. ഇതൊക്കെ നടുക്ക് വെച്ചിട്ട് തണ്ട നേരെ നടുക്ക് തന്നെ കുത്തണേ. നല്ല ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ, എന്നിട്ട് താണ്ട് ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ. നീ കട്ട വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറയല്ലേ? കണ്ടോ, നല്ലൊരു കട്ട വന്ന കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളെ, നീളം 1 സെൻറ്റിമീറ്റർ, ഒരു മീറ്റർ അല്ലേ? നീളവും വീതി ഉയരം 1 മീറ്റർ. നമ്മുടെ ടെസ്റ്റിലാണ് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം, 1 മീറ്റർ. കണ്ടോ, അങ്ങനെ 1 മീറ്റർ. ഒരു സമചതുര കട്ടയുടെ വ്യാപ്തം വോളിയം എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പണ്ട് പോലെ പഠിക്കുന്ന 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നീളവും വീതിയും ഉയരവും 100 സെൻറ്റിമീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണ്? ഇപ്പോൾ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ എന്താ നിങ്ങളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ മുതൽ പഠിക്കുന്ന. നീളം ഗുണം വീതി ഗുണം ഉയരമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നീളം 1, വീതി 1, ഉയരം 1 അല്ലേ? നീളവും വീതിയും ഉയരവും 1 ആണ്. 1 × 1 × 1 × 1 1, 1 × 1 1 അല്ലേ? ഏതൊരു സംഖ്യ 1 അല്ലേ? അപ്പം ഇവിടെ എത്ര? 1 മീറ്റർ അല്ലേ? മീറ്റർ ക്യൂബ് ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ 1 മീറ്റർ 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 മൊത്തം 3 മീറ്റർ ക്യൂബ് കേട്ടോ. മൂന്ന് മീറ്റർ മതി, 3 മീറ്റർ. അതിൻ്റെ അങ്ങോട്ട് താപ്പോട്ട് നോക്കിക്കേ. 100 സെൻറ്റിമീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം. ഇനി ഇവിടെ 100 ആണെങ്കിൽ എത്രയാണ്? 100 100 100. അപ്പം ഇവിടെ നമ്മൾ എന്താണ് 100 100 100 ഇട്ട് കൊടുത്തിട്ട് 100 സെൻറ്റിമീറ്റർ ക്യൂബ് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. 3 സെൻറ്റിമീറ്റർ. ഇവിടെ മീറ്റർ ക്യൂബാണ്, ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് നിങ്ങളെ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം അപ്പോൾ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? 1 മീറ്റർ നീളവും നോക്കണേ നിങ്ങൾ, ഇത് തന്നെയാണ് ഈ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഘന മീറ്റർ എന്നാണ്. എന്താ നിങ്ങളെ? ഘന മീറ്റർ അല്ലെങ്കിൽ ക്യൂബിക്ക് മീറ്റർ. നമ്മളിത് കുറേ പഠിച്ചതാണ് അല്ലേ? ക്യൂബിക്ക് മീറ്റർ അല്ലേ? നമ്മൾ കുറേ പഠിച്ച ക്യൂബിക്ക് മീറ്ററിനാവും നിങ്ങളെ ഈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അതാരും പക്ഷേ ടെസ്റ്റ് പറയില്ല മീറ്റർ ക്യൂബ് കേട്ടോ. ഇതൊന്നും അറിയണേ, കാരണം ഇനി നമ്മൾ അങ്ങോട്ട് കണക്ക് ചെയ്യാൻ പോവുക. 1 ക്യൂബിക്ക് മീറ്റർ നല്ലപോലെ അറിയണേ നിങ്ങൾ. 1 ക്യൂബിക്ക് മീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം കേട്ടോ. ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എഴുതണ്ട. അതായത് ലാർജ് മെഷർ ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം L × B × H 1 × 1 × 1 എത്ര നിങ്ങളെ? 1 × 1 1 തന്നെ, 1 × 1 1 തന്നെ അല്ലേ? 1 തന്നെയാണ്. 1 മീറ്ററിലായതുകൊണ്ട് എന്താ അത് ക്യൂബിലാണ് അല്ല, മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബ്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ നമ്മളോട് നോക്കിക്കേ, 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ എന്തുമായിരിക്കും? 1 സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും അല്ലേ? മലയാളത്തിൽ എന്താ? ഘന സെൻറ്റിമീറ്റർ. 1 ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാലും ഘന സെൻറ്റിമീറ്റർ ക്യൂബ്, ഇതെല്ലാം ഒന്ന് തന്നെ. മലയാളവും ഇംഗ്ലീഷും വന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബാണെങ്കിൽ, മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബാണ്. അത്ര അറിഞ്ഞാൽ മതി നിങ്ങൾ. നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബ്. 3 എണ്ണം വന്നതുകൊണ്ട് 3. ഇത് 2 ഉള്ളായിരുന്നെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇവിടെ 1 2 3 നീളവും വീതിയും ഉയരവും കേട്ടോ. 3 എണ്ണം വന്നതുകൊണ്ട് മീറ്റർ ക്യൂബ്. ഇനി നമുക്കറിയേണ്ട എന്താണെന്നറിയോ? എൻ്റെ തൊണ്ട ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾ? ഇനി ഇത് മാറിയിട്ട് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാസങ്ങളെടുക്കും. കാരണം എല്ലാം ഒന്ന് മാറി വന്നതായിരുന്നു കേട്ടോ. പിന്നെയും പണിയായി.
എന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല. അതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ. ഈ ബോക്സിലിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതണം കേട്ടോ. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഘന മീറ്റർ അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 10 ലാക്കാണ് കേട്ടോ. 10 ലക്ഷം. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. മൊത്തം 6 പൂജ്യം ഇട്ട് വേണം എഴുതാൻ കേട്ടോ. മറക്കല്ലേ കുഞ്ഞുങ്ങളെ? 6 പൂജ്യം. 5 പൂജ്യം ലാക്കിനാണ്, ലക്ഷത്തിനാണെന്ന് നമുക്കറിയാം. അപ്പോൾ 6 പൂജ്യം ആയപ്പം 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ കേട്ടോ. അല്ലെ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. തിരിഞ്ഞു പോകല്ലേ. ഇതൊക്കെ ബോക്സിലിട്ട് തന്നെ എഴുതി പഠിക്കണം. കാരണം ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കണക്കുകളെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതുവരെ നമ്മൾ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുന്നു. പിന്നെ നീളവും വീതിയും ഉയരം തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ഒക്കെ ആയിരുന്നു ഇതുവരെ പഠിച്ചത്. ഇനിയും ചെയ്യാൻ പോകുന്ന എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലപോലെ പഠിക്കണം. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ. നല്ലപോലെ അറിയണേ. ഒരു ഘന മീറ്റർ അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലാക്ക് 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കിയാൽ മറ്റേ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കണേ, എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കണേ. അപ്പോൾ അതിനകത്തുള്ള അത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു വരികയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ ബോക്സിൽ. ഒരു ലോറിയിൽ 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള മണൽ നിറച്ചിട്ടുണ്ട്. വണ്ടിക്കകത്ത് മണൽ കൊണ്ടുപോവുക. 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലുമാണ് മണൽ നിറച്ചിട്ടുള്ളത്. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഈ മണലിൻ്റെ വില എത്രയാണ്? എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 മീറ്റർ ലോങ് 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈറ്റ്. നീളത്തിനാണ് കുഞ്ഞുങ്ങളെ ലെങ്ത് അല്ലെങ്കിൽ ലോങ് എന്ന് ഉദ്ദേശിക്കുന്നത്. വീതിക്കാണ് വൈഡ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് ഉയരം തന്നെ കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ചിലയിടത്ത് ഈ വൈഡ് തന്നാലോ വിട്ട് തന്നാലോ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു വെച്ചേക്കുന്ന ബ്രെഡ്ത്ത് എന്ന് മാത്രമായിരിക്കും വീതിക്ക് ബ്രെഡ്ത്ത്. പക്ഷേ വൈഡ് വിട്ട് ഇതെല്ലാം വീതിയാണ് കേട്ടോ. ലോങ്ങും പിന്നെ ലെങ്തും ഒക്കെ നീളവുമാണ്. ചിലപ്പോൾ അത് ഡൗട്ട് വരുവാണെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദീസ് ട്രക്ക് ലോഡഡ്? ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും മലയാളംകാർ മലയാളം നോക്കണം കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ അതിൻ്റെ മലയാളം അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം മണലിൻ്റെയും വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. ലോറിയിൽ മൊത്തം എത്ര ഉണ്ട്? 4 മീറ്റർ നീളം, അപ്പം ലെങ്ത് തന്നിട്ടുണ്ട്. 2 മീറ്റർ വീതി, അപ്പം വീതി തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നീളവും വീതിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് മണലിൻ്റെ വില എത്ര എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് എന്തായിരിക്കും വോളിയം കാണുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ? വോളിയം ഓഫ് സാൻഡ് L/B/H ആണ് അല്ലേ. നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. മറന്നുപോലെ മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ നീളവും വീതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ദ വോളിയം ഓഫ് സാൻഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില എന്ന് പറയുന്നുണ്ട്. 1 മീറ്റർ ഹൈറ്റ് ഉണ്ട് കുഞ്ഞുങ്ങളെ. ഞാനിവിടെ ഹൈറ്റ് എഴുതിയിട്ടില്ല അല്ലേ. 1 മീറ്റർ മീൻസ് ഉയരമുണ്ട്. ഞാൻ മലയാളത്തിൽ ഉയരം എഴുതിയില്ല കേട്ടോ, അതുണ്ട്. അപ്പം നീളം വീതി ഉയരമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 2 1 4 2 8 4 × 2 8 8 × 1 8 തന്നെ അല്ലേ. 8 cm ക്യൂബ് എന്നോ കേട്ടോ, cm അല്ല മീറ്റർ ക്യൂബ് എന്നോ മീറ്ററിലാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യൂബിക് മീറ്റർ ആയിരിക്കും കേട്ടോ. മീറ്റർ ക്യൂബ് നിങ്ങളെ മീറ്റർ ക്യൂബ് എന്നോ ക്യൂബിക് മീറ്റർ എന്നോ കൊടുക്കാം. ഇത് നീളം ഗുണം വീതി ഗുണം ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതിപ്പോൾ നമ്മൾ തുടക്കം പോലെ പഠിക്കുന്നത്. ഇത് 3ഉം തന്നപ്പോൾ നമ്മൾ അത് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയാം, ഇതിൻ്റെ ഒരു ഘനമീറ്റർ എന്ന് 8 ക്യൂബിക് മീറ്ററാണ്. 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. 1 ക്യൂബിക് മീറ്റർ സാൻഡിന് 1000 രൂപയാണെങ്കിൽ 2 ക്യൂബിക്കിന് എത്ര ആയിരിക്കും? 2000. 3 ക്യൂബിക്കിന് 3000. അങ്ങനെയാണെങ്കിൽ 8 ക്യൂബിക്കിന് എത്ര കുഞ്ഞുങ്ങളെ? 8 ക്യൂബിക്കിന് 8000 ഇല്ലേ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, എന്നാലും എൻ്റെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇൻറ്റു ചെയ്യുന്നതാണ് വോളിയം കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ വോളിയം കിട്ടി. 8 ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബാണ്, അത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞു 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1000 രൂപയാണ്.
ഒരു ക്യൂബിക് മീറ്റർ മണലിന് 1000 രൂപയാണ്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് കിട്ടി? 8 ക്യൂബിക് മീറ്റർ കിട്ടി അല്ലേ? അപ്പോൾ എത്ര? 8 × 1000 8000 അത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യം ഒന്നാമത്തെ ചോദ്യമാണ് അത്. ഇനി രണ്ടാമത്തെ നോക്കണേ. വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം 6 മീറ്റർ ലോങ് 1 മീറ്റർ വൈഡ് ആൻഡ് 50 സെൻറ്റിമീറ്റർ ഹൈറ്റ്? നല്ലപോലെ മനസ്സിലാക്കണം നിങ്ങളെ. ഞാൻ മലയാളത്തിലല്ല. 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു പ്ലാറ്റ്ഫോം മീൻസ് തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്ററാണ്? ചോദ്യം നല്ലതുപോലെ നോക്കിയിട്ട് വേണം ആൻസർ എഴുതി വെക്കാൻ. ചാടിക്കയറി വോളിയോ എന്ന് പറയുമ്പോഴത്തേക്ക് L × B × വെച്ചടിച്ചിട്ട് അങ്ങ് പോകരുത്. ചോദ്യം വായിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം മീൻസ് പ്ലാറ്റ്ഫോമിൻ്റെ വോളിയം കാണാനാണ്. മനസ്സിലായോ? ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ നിങ്ങളെ? ഇവിടെ നീളം തന്നിരിക്കുന്നത് നോക്കിയേ മീറ്ററിലാണ്, വീതി തന്നിരിക്കുന്നതും മീറ്ററിലാണ്, പക്ഷെ ഹൈറ്റ് തന്നത് സെൻറ്റിമീറ്ററിലാണ്. കണ്ടോ? ചാടിക്കയറി അങ്ങ് എഴുതരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. നീളം ലെങ്ത് 6 മീറ്ററാണ്, ബ്രെഡ്ത്ത് വിഡ്ത്ത് അല്ലെങ്കിൽ വീതി 1 മീറ്ററാണ്, ഹൈറ്റ് ഉയരം 50 സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ഇതിനെ എല്ലാം അങ്ങ് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. മനസ്സിലായോ? ഈ നീളത്തിനെയും വീതിയെ എല്ലാം അങ്ങ് സെൻറ്റിമീറ്ററിലോട്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉയരത്തിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഒന്നുകിൽ എല്ലാത്തിനെയും സെൻറ്റിമീറ്റർ ആക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും മീറ്റർ ആക്കുക. ഇവിടെ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് അതിനെയും കൂടെ അങ്ങ് മീറ്ററിലോട്ട് മാറ്റാം അല്ലേ? അതിൽ കുറച്ചുകൂടെ എളുപ്പം. ഇവിടെ നോക്കണേ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ നോക്കിക്കേ, 6 മീറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയത് കാരണം എന്താണെന്നറിയോ? ക്യൂബിക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ അവർ പറഞ്ഞായിരുന്നു കേട്ടോ. എത്ര ഘന സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് അപ്പം നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റൂ. അപ്പം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആവും നിങ്ങളെ. അപ്പോൾ 6 മീറ്റർ എന്ന് വെച്ചാൽ 600 സെൻറ്റിമീറ്റർ ആണ്. അതൊക്കെ അറിയാമല്ലോ. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 സെൻറ്റിമീറ്റർ അല്ലേ? അതറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് ചെയ്യാം. നോക്കിയേ, നീളം 6 മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ 600 സെൻറ്റിമീറ്റർ, 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, ഉയരം നോക്കിയാൽ 50, അത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ മാറ്റി അല്ലേ? അപ്പോൾ തറയുടെ വ്യാപ്തം അല്ലേ വോളിയം ഓഫ് ദ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? 600 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി, 100 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി, 50 മൂന്നെണ്ണവും സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയെന്ന് മനസ്സിലാക്കി പഠിക്കണം നിങ്ങൾ. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം മീറ്ററും 1 എണ്ണം സെൻറ്റിമീറ്ററിലുമാണെന്ന്. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്തു? ആ മീറ്ററിനെ അങ്ങ് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. അത്രയേ ഉള്ളൂ. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ നമ്മൾ പഠിച്ചു. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററാണ്, 2 മീറ്റർ എന്ന് വെച്ചാൽ 200 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ആണെങ്കിൽ 6 മീറ്റർ എന്ന് വെച്ചാൽ 600 സെൻറ്റിമീറ്റർ ആണെന്ന്. മനസ്സിലായോ? അത് 2 എണ്ണം നീളവും വീതിയും നമുക്ക് മീറ്ററിലാണ് തന്നെ, നമ്മളതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയതാണ് ഈ 2 എണ്ണം. മനസ്സിലായോ? ഒരെണ്ണം അതായത് ഉയരം നമുക്ക് 50 സെൻറ്റിമീറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നമുക്കറിയാം വ്യാപ്തം കാണുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് 3 എണ്ണം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 600 × 100 × 50. നമ്മൾ ഈ 0 എല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞേ. ഇവിടെ 2 0, ഇവിടെ 2 0, ഇവിടെ 1 0, മൊത്തം 5 0 അങ്ങോട്ട് മാറ്റി വെക്കണം. ബാക്കി 6 × 1 6, 6 × 5 30. നോക്കൂ ചില 30 എന്ന് എഴുതിയിട്ട് ആ മാറ്റി വെച്ച 5 0 കൂടെ നിരത്തി അങ്ങ് വെച്ചാൽ മതി. ചെയ്യാനുള്ള എളുപ്പവഴിക്ക് പറയുവാന്നേ. 0 എല്ലാം ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റി വെക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കാനുള്ളതിനെ ഗുണിക്കുക. 6 × 1 6, 6 × 5 30. ആ 30 എഴുതി വെക്കുക. നമ്മൾ എത്ര 0 മാറ്റി വെച്ചോ അത്രയും 0 പറക്കി വെക്കുക. 2 4 5 0 മാറ്റി വെച്ചോ. 1 2 3 4 5. കണ്ടോ? ഈ 5 0 പിന്നെ നമ്മൾ 6 5 30ൻ്റെ 30. അപ്പോൾ മൊത്തം എത്ര? 10 100 1000 10000 ലക്ഷം 30 ലക്ഷം ക്യൂബിക് സെൻറ്റിമീറ്ററാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണേ? മനസ്സിലാക്കി പോണേ. ഇവിടുത്തെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ നിങ്ങളെ. 2 എണ്ണം മീറ്റർ 1 എണ്ണം സെൻറ്റിമീറ്ററുമാണ്. നമ്മൾ ആ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി ഗുണിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത മൂന്നാമത്തെ. ഓരോ കണക്കിനും പ്രത്യേകതയുണ്ട് കേട്ടോ. മനസ്സിലാക്കി എഴുതണേ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 മീറ്റർ ലോങ് 1 meter wide 25 centimeter height? The price of 1 cubic meter of wood is 60,000 rupees. What is the price of this piece of wood? 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്രയാണ്?
ഒരു ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് വില. ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? ഇവിടെ ഒരു മരക്കട്ട റഫായിട്ട് ഞാൻ വരച്ചാൽ നിങ്ങൾ അവിടെ നീളം തന്നിട്ടുണ്ട് എത്ര 5 മീറ്ററാണ്, വീതി തന്നിട്ടുണ്ട് 1 മീറ്ററാണ്. പക്ഷേ ഉയരം നോക്കൂ നിങ്ങൾ 25 സെൻറ്റിമീറ്ററാണ്. ഇവിടെയും ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ എല്ലാം മീറ്ററിലാണോ, 3 മീറ്ററിലാണോ, 3 സെൻറ്റിമീറ്ററിലാണോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നോക്കിയേ, മരക്കഷ്ണത്തിൻ്റെ വില അറിയണമെങ്കിൽ ലെങ്ത് നീളം 5 മീറ്ററിലാണ്, ബ്രെഡ്ത്ത് വീതി അല്ലേ 1 മീറ്ററിലാണ്. പക്ഷേ ഹൈറ്റ് ഉയരം 25 സെൻറ്റിമീറ്ററിലാണ്. മുമ്പ് നമ്മൾ ചെയ്ത രീതി തന്നെ എടുത്താൽ മതി അല്ലയോ? മീറ്ററിനെ നമ്മൾ എന്തോ ആക്കി സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. 5 × 100 500, 1 × 100 100. ഇത് ഓൾറെഡി സെൻറ്റിമീറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. സംശയമില്ലല്ലോ. മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നിങ്ങൾ 2 മീറ്റർ പറഞ്ഞാൽ സെൻറ്റിമീറ്ററും ആയതുകൊണ്ട് നമ്മൾ 3 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. ഇനി മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം നമുക്കറിയാം. എന്തിൻ്റെ വ്യാപ്തം ചോദിച്ചാൽ L × B × H ആണ്. അത് 3 കൂടി എന്തോ ചെയ്യണം, അങ്ങ് ഇൻറ്റു ചെയ്യണം. നമ്മൾ മുമ്പ് പറഞ്ഞ രീതി പോലെ തന്നെ ഈ 0 എല്ലാം എടുത്ത് മാറ്റി വെച്ചേ. 0 ഓക്കെ, 2 4 0 ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കി എത്ര ഉണ്ട്? 5 × 1 5, 5 × 25 25 × 5 125. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? 25 × 5 125. നമ്മൾ എത്ര 0 മാറ്റി വെച്ചേ? 4 0. ആ 4 0 വിട്ട് വെച്ചാൽ നമ്മൾ മാറ്റി ചെയ്യാൻ വേണ്ടി അത്രയും സമയം കളയണ്ട. മനസ്സിലായോ? വെട്ടിയിട്ട് ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ. ചില കാര്യങ്ങളൊക്കെ നല്ലപോലെ ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. 25 × 5 125 കേട്ടോ. നമ്മൾ എത്ര 0 ആണോ മാറ്റി വെച്ച് അത്രയും 0 ഇട്ട് വെക്കുക. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. മനസ്സിലായോ? അത്രയും ഓക്കെയാണോ? വോളിയം കാണാൻ നമുക്കറിയാലോ. ഇനി അവരൊരു ചോദ്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ. അവർ പറഞ്ഞ എന്തോന്നറിയോ? ഒരു ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കും? എന്താ നിങ്ങളെ? ഒരു ഘനമീറ്ററിന് 60,000 രൂപയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്തോ ചെയ്യും? അതിനു മുമ്പേ നമുക്കിവിടെ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് അല്ലേ? സെൻറ്റിമീറ്റർ ക്യൂബിലാണ് തന്നിരിക്കുന്നത്. ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ക്യൂബിക് മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് പേജ് പഠിച്ചായിരുന്നു. എത്ര? 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. നമ്മൾ ഫസ്റ്റ് പേജ് പഠിച്ച ഓർമ്മയുണ്ടോ? അത് പോയോ? അതാണ്ടേ അല്ല ഉണ്ടോ? ഞാൻ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ക്യൂബിക് മീറ്റർ. ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് കേട്ടോ. എന്തുവാന്നാ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം 3 5 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ക്യൂബിക്ക് അല്ലേ, ഇതെല്ലാം ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ എന്തോ ആക്കണം? ക്യൂബിക്ക് മീറ്ററിലോട്ട് മാറ്റണം കേട്ടോ. കാരണം എന്താ? ചോദ്യം മീറ്ററിലല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? നമ്മുടെ ക്വസ്റ്റ്യൻ മീറ്ററിനെയും നമ്മൾ മാറ്റി സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി ചെയ്തില്ലയോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 ലക്ഷം ക്യൂബിക്ക് സെൻറ്റിമീറ്റർ കൊണ്ട് അതിനെ വെട്ടണം, ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇവിടെ ഡിവൈഡ് കേട്ടോ. ഒരു ഘനമീറ്റർ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. അപ്പം 12,50,000 10 ലക്ഷം കൊണ്ട് നമുക്ക് കിട്ടിയ ഈ 12,50,000 10 ലക്ഷം കൊണ്ട് എന്ന് വെച്ചാൽ ക്യൂബിക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങളെ? ഇവിടെ മേളിൽ 0 ഉണ്ടെങ്കിൽ താഴെ 0 വെട്ടാം. മേളിലൊന്ന് താഴെ 1, മേളിലൊന്ന് താഴെ 1, മേളിലൊന്ന് താഴെ 1. ഇനി ഇവിടില്ല. അപ്പം 125/100. 125 100 എത്രൻ്റെ ടേബിളിൽ വരും? 5ൻ്റെ ടേബിളിൽ വരും കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 5ൻ്റെ ടേബിളിൽ വരും. എത്രയാണെന്നറിയോ? വെട്ടി അറിയാമോ നിങ്ങളെ കേട്ടോ. അതല്ലെങ്കിൽ 25ൻ്റെ ടേബിൾ എടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്യാവുന്നവർക്ക് 25 5 120. മുമ്പേ ഞാൻ പറഞ്ഞ 25 5 125, 25 4 100. അപ്പം 5/4 ക്യൂബിക് മീറ്ററായി. മനസ്സിലാക്കണേ. നമ്മുടെ ചോദ്യമേ ക്യൂബിക് സെൻറ്റിമീറ്ററിലായിരുന്നു നിങ്ങളെ. നമുക്ക് കിട്ടിയ ആൻസർ
ഇതിന് സംശയമില്ലല്ലോ. ക്യൂബിക്ക് സെൻറ്റിമീറ്റർ, കാരണം സെൻറ്റിമീറ്റർ അപ്പോൾ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ. നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ ചോദ്യത്തിൽ മീറ്ററിലല്ലേ ചോദ്യം വന്നിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്യൂബിക്ക് മീറ്ററിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടിയ ആൻസറിനെ 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ 125/100, ഈ 25 100 ഒക്കെ വന്നു കഴിഞ്ഞാൽ 25ൻ്റെ ടേബിൾ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ 25, 50, 75, 100, 125 അങ്ങനെ 25 വീതം കൂട്ടാൻ അറിയാമോ? അങ്ങനെ കൂട്ടണം കേട്ടോ. അങ്ങനെ 5 25 125, 25 4 100. അപ്പോൾ നമുക്ക് എന്തോ 5/4 ക്യൂബിക് മീറ്റർ കിട്ടി. അങ്ങനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റി. ഇനി അവർ ഒരു കാര്യം കൂടെ അവർ നമ്മളോട് പറഞ്ഞു, എന്തോന്നറിയോ, നിങ്ങൾ 1 ക്യൂബിക് മീറ്റർ വുഡിന് 60,000 രൂപ വെച്ചാണ് തരുന്നതെന്ന് പറഞ്ഞായിരുന്നു. 1 ക്യൂബിക്ക്, 1 ഘനമീറ്റർ മരത്തിന് ഞങ്ങൾ 60,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര 5/4 ക്യൂബിക് മീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ 5/4 × 60,000 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വെട്ടി ചെയ്യുന്നവർക്ക് ഇങ്ങനെ വെട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഈ 6ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്തു. 5 6 × 30 അല്ലേ? 5 × 6 എന്ന് വെച്ചാൽ ഒരുപാട് കിടന്ന് നമ്മൾ വെട്ടി ചെയ്യുന്നതിൽ ഭേദം 5 × 6 30. പിന്നെ എത്ര പൂജ്യം ഉണ്ടായിരുന്നു? ഓക്കെ, 4 പൂജ്യം. ആ 4 പൂജ്യമായി കിടക്കുന്നത് /4 കണ്ടോ. എന്നിട്ട് 30,000-നെ 4 കൊണ്ട് 30 10 100 1000 10,000 ലക്ഷം 3 ലക്ഷത്തിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനും ഒരു എളുപ്പ വഴി എന്താണെന്നറിയോ, 30നെ 4 കൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ 300നെ, പൂജ്യത്തിനെ എല്ലാം കുറേ ഒഴിവാക്കാം. 30നെ 4 കൊണ്ട് ചെയ്തപ്പോഴേ 7 4 28 2, പിന്നെ ഒരു പൂജ്യം കൂടെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ 300, അപ്പോൾ 20. അപ്പോൾ 5 × 4 20, അപ്പോൾ 75 വന്നു. 300 വെച്ച് ചെയ്തപ്പോൾ എനിക്ക് 75 വന്നു. പിന്നെ ഒരു 3 പൂജ്യം കൂടെയുള്ള ആ 3 പൂജ്യം അങ്ങിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ എളുപ്പ വഴിയാണ്. നിങ്ങൾക്ക് ഇതുവല്ല മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രായത്തിൻ്റെ വെച്ചുള്ള എളുപ്പ വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് 10 വയസ്സുള്ള നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അങ്ങ് നിർബന്ധം പിടിക്കുമല്ല. എളുപ്പ വഴി പറഞ്ഞതാണ് കേട്ടോ. എന്തുവാണെന്നറിയാമോ, ഇപ്പോൾ 5/, ഞാൻ കാണിക്കുന്നത് നമ്മളോട് പറഞ്ഞത് 5/4 × 60,000 എന്നല്ലേ? ഇതിനൊരു എളുപ്പവഴി പറഞ്ഞതാണ്. കാരണം ഈ പൂജ്യത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് 5 × 6/4 എത്ര? 30/4 അല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ബാക്കി എത്ര എണ്ണത്തിനെ എടുത്ത് കളഞ്ഞത്? എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 4 പൂജ്യം എടുത്ത് കളഞ്ഞായിരുന്നു. ആ 4 പൂജ്യത്തിനെ ഇനി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 3 4. ഇതല്ലേ സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 30നെ 4 കൊണ്ട് ഞാൻ ചെയ്യാൻ നോക്കുക. എത്ര? 7 4 28. ഡിവൈഡ് ചെയ്യാൻ അറിയണേ. 30 ൽ 28 പോയാൽ 2. അപ്പോൾ ഇവിടെ ശിഷ്ടം വന്നു. അപ്പോൾ ഞാനിവിടെ ഒരു പൂജ്യവും കൂടെ, ഇവിടുത്തെ ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ, ഒരു പൂജ്യം ഇട്ട് കൊടുത്തപ്പോൾ താത്തിറക്കി. ആ പൂജ്യത്തിനെ താത്തിറക്കി. ഇത് വെറുതെ ഇട്ട് കൊടുത്തതല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ 30 എടുത്തുള്ളായിരുന്നു. 30 10 100 1000 10,000 ലക്ഷം അല്ലേ? 3 ലക്ഷം. 5 പൂജ്യമില്ലേ? 3 ലക്ഷത്തിൻ്റെ 30 എടുത്ത് ചെയ്തുള്ളായിരുന്നു. പിന്നെ ഞാൻ ഒരു പൂജ്യം എടുത്തപ്പോൾ അപ്പം ശരി എത്ര? 5 4 20 മനസ്സിലായോ? അപ്പം ഞാനിവിടെ 300 എടുത്തിട്ടുള്ളായിരുന്നു. ബാക്കി ഒരു 3 പൂജ്യം കിടപ്പുണ്ടായിരുന്നു നിങ്ങളെ. അപ്പോൾ എത്ര? ഞാൻ 75 എഴുതിയിട്ട് ഈ 3 പൂജ്യം അങ്ങ് ഇട്ട് കൊടുത്തതാണ്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? എളുപ്പ വഴി പറഞ്ഞു തന്നേ ഉള്ളേ കേട്ടോ. അറിയാമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ തന്നെ വെട്ടി അങ്ങ് ചെയ്താൽ മതി. ഇനി കപ്പാസിറ്റി കാണുന്നത് എങ്ങനെയാണ്? അടുത്ത കപ്പാസിറ്റിയുടെ ചോദ്യവും നിങ്ങളെ അതുകൂടെ അങ്ങ് പറയാം. മൊത്തം പറയാൻ പറ്റുന്നില്ല, കുറച്ചൊക്കെ തന്നെ. കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഉള്ളളവാണ്, ഉള്ളിലുള്ള അളവ്. ഞാനൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പൗഡറാന്ന് വെച്ചു. ഈ പൗഡർ അങ്ങ് വിചാരിച്ചോ നിങ്ങൾ. ഈ പൗഡറിൻ്റെ ഉള്ളിലുള്ള അളവ്, ഇതിനകത്ത് സംഭവം ഉണ്ടല്ലോ, പൗഡർ ഉണ്ടല്ലോ, എൻജോയിൻ്ററിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് എന്തുകൊണ്ട്? ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ? പൗഡറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഉള്ളിലുള്ള അളവാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഏതൊരു വസ്തുവായാലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഉള്ളിലുള്ള അളവ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇത് 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. ബോക്സ് ഇട്ട് എഴുതി പഠിക്കണം. 1 ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഘനമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 10
10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം ഘനസെൻറ്റി. അതിപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചായിരുന്നു. ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 10 ലക്ഷം ഘനസെൻറ്റിമീറ്റർ. ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കുവേ ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാലോ, ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. ഈ 3 എണ്ണവും ബോക്സിലിട്ട് വൃത്തിയായിട്ട് എഴുതി പഠിച്ചിരിക്കണം. കാരണം ഇനിയുള്ള കണക്ക് അതിൻ്റെ ബോക്സിട്ട് എഴുതണേ. ഇതറിയാമെങ്കിലേ ഇനിയുള്ള കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കണക്ക് നോക്കിക്കേ. എൻ്റെ ഒന്ന് ഇവിടെ പോയി. നമ്മൾ ഇതുവരെ ചെയ്ത രീതി അനുസരിച്ച് നീളം, വീതി, ഉയരം ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? വോളിയം കിട്ടും ഇല്ലേ? അതാണ് അതിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഒന്നാമത്തെ എക്സസൈസ് നോക്കൂ നിങ്ങളെ. ഒരു സമചതുരപ്പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും, ഞാനിപ്പോൾ ഒരു പൗഡർ ടിന് കാണിച്ചെന്ന് വിചാരിച്ച് അതൊരു സമചതുരമാണെങ്കിൽ അതിൻ്റെ അകം ഉണ്ടല്ലോ, ഉള്ളളവ്, കപ്പാസിറ്റി, അതാ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെൻറ്റിമീറ്റർ വീതമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സമചതുരപ്പെട്ടി, സമചതുരം എന്നൊക്കെ അങ്ങ് വിചാരിച്ചോണേ, ചതുരം കണ്ടോ. ഇതിൻ്റെ അകത്തെ നീളവും ഇവിടുത്തെ നീളവും വീതിയും ഉയരവും, മീൻസ് ഇതാണ് സംഭവം. നീളവും വീതിയും ഉയരവും എത്രയാവും നിങ്ങളെ? 4 സെൻറ്റിമീറ്റർ. CM ആണ്, CM മീറ്റർ ആണ്. ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതമായിരുന്നോ? ചോദ്യം നോക്കട്ടെ. ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതിയിലും വശമുള്ള 2 മീറ്റർ വീതിയിലും 2 സെൻറ്റിമീറ്റർ അല്ലല്ലോ, അത് ചോദ്യമല്ലല്ലോ. 45-ാമത്തിൽ ഒരു സമചതുരപ്പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെൻറ്റിമീറ്റർ വീതമാണ്. 4 സെൻറ്റിമീറ്റർ വീതമാണ്. പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? നിങ്ങളെ പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതം കേട്ടോ, അത് പ്രിൻ്റ് ചെയ്തിട്ട് വീതം വശമുള്ള എത്ര സമചതുര കട്ടുകൾ അടുക്കി വെക്കാവുന്നതാണ്? The inner side of the cubical box are of length 4 meter. What is its capacity? How many cube of side 2 centimeter can be stacked inside it? ഇംഗ്ലീഷുകാർ ഒരു സമചതുര പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും ഇതിനകത്തിലെ എല്ലാം കൂടെ 4 സെൻറ്റിമീറ്റർ ആവും. ഞങ്ങൾ ഇതാ സംഭവം. ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതം വശമുള്ള ഈ 2 സെൻറ്റിമീറ്റർ വീതം വശമാണ് എത്ര സമചതുര കട്ടകൾ നമുക്ക് അടുക്കി വെക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്. ഏതാ? സമചതുര പെട്ടിയുടെ അല്ലേ? അപ്പോൾ കപ്പാസിറ്റി കണ്ടുകൂടായോ? കപ്പാസിറ്റി കാണാൻ എന്തോ ഇതാണ് മതി. നീളം ഗുണം വീതി ഗുണം ഉയരം, L ഇൻറ്റു B ഇൻറ്റു H. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ ആണോ? ഇനി വോളിയം ഓഫ്, ഇനി അതിനകത്തിൽ 2 സെൻറ്റിമീറ്റർ വീതമുള്ള വരയ്ക്കാൻ പറ്റും. അപ്പം ചെറിയ സമചതുര കട്ടിയുടെ വ്യാപ്തം, വോളിയം ഓഫ് സ്മാൾ ബോക്സ്, അതിനകത്തിലെ ചെറിയ ബോക്സ്, അതും എന്താ അത്രയും തന്നെ പറയുന്നത്? 2, 2, 4, 4, 2, 8 CC. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുക്കിയ സമചതുര കട്ടകൾ നമ്മളോട് ചോദിച്ചാൽ എത്ര സമചതുര കട്ടകൾ നമുക്കിവിടെ അടുക്കി വെക്കാമെന്ന്. ഇവിടെ ഇങ്ങനെ 2, 2 എത്ര എണ്ണം വെക്കാമെന്ന് നോക്കിക്കേ. നമ്പർ ഓഫ് ക്യൂബ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ്. എത്ര എണ്ണം വെക്കാം നിങ്ങളെ? മൊത്തം എത്ര ആയിരുന്നു? അതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് 64ആണ്. ആ 64-ൽ 8 എണ്ണം എന്ത് ചെയ്യാം? സമചതുര കട്ടികളുടെ വ്യാപ്തം, ചെറിയ സമചതുര കട്ടകളുടെ വ്യാപ്തം 8 ആണ് അല്ലേ? അപ്പോൾ എന്തോ ചെയ്താൽ മതി? അടുക്കിയ മൊത്തം എത്ര ഉണ്ടെന്ന് അറിയാൻ ആ 64-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 64-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 8 ഇൻറ്റു 8 64. അപ്പോൾ 8 ക്യൂബ് അതിനകത്തിൽ വരുമെന്ന്. എത്ര കട്ടകളെ സമചതുര കട്ടകൾ അതിൽ അടുക്കി വെക്കാം? 8 എണ്ണം അടുക്കി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അത് നല്ലപോലെ മനസ്സിലാക്കി എഴുതണേ. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് എത്ര നൈറ്റ് കണ്ടെയ്ൻസ്? ഒരു ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ അകത്തെ അളവുകൾ 70 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ വീതമാണ്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം നമുക്ക് കൊള്ളുമെന്ന് ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ.
ഏതൊരു ചോദ്യം കേൾക്കുമ്പോഴും ചാടി കയറി എഴുതുന്നത് സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെൻറ്റിമീറ്ററിലാണോ എല്ലാം മീറ്ററിലാണോ എന്താണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് എന്ന് നോക്കിയിട്ട് വേണം. ഇവിടെ ഒരു സമചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്ക്, ഒരു സമചതുര പെട്ടി പോലെ അങ്ങ് വിചാരിക്കും ഞാൻ. ഈ പെട്ടിയുടെ അകത്തെ അളവുകൾ, ഇതിൻ്റെ അകത്തെ അളവുകൾ 70 സെൻറ്റിമീറ്റർ, 70 ഉണ്ട്, 80 ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഉയരം 90 ഉണ്ട് അല്ലേ? നീളവും വീതി ഉയരമാണേ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര കൊള്ളുവന്നോ? അപ്പം ആദ്യമേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താ L×B×H കിട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടും നിങ്ങളെ? അതായത് 70×80×90 അല്ലേ? അപ്പോൾ എത്ര? ആ കണക്ക് വേണേൽ ഒന്നുകൂടെ പറയാം നിങ്ങളെ. ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ ചതുരപ്പെട്ടി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആ പെട്ടി നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ ഏതൊരു കണക്ക് ചെയ്യുമ്പോഴും അത് പറയുന്നത് എന്തുവാന്ന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അതങ്ങ് വരണം. ഒരു ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ അകത്തെ അളവുകൾ തന്നിട്ടുണ്ട് 70, 80, 90. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. എപ്പോഴും അത് മൂന്നും തന്നാൽ അത് മൂന്നും കൂടി ഇൻഡ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഗുണിക്കുക എന്നാണ്. ഇവിടെ നോക്കിയാൽ 70, 80, 90 അല്ലേ? 60, 70, 80, 90 ആണ്. നമ്മൾ ഈ സീറോയിനെ എല്ലാം എടുത്ത് മാറ്റിയേ, എല്ലാ സീറോയും കളഞ്ഞ്. അപ്പോൾ 7, 8, 56, 56 × 9 504 കേട്ടോ. അല്ലെ നിങ്ങൾ ഈ 0 ഇട്ടുകൊണ്ട് ഒരു ദിവസം മൊത്തവും ഇരുന്ന് ഇൻഡു അടിച്ച് ഊപ്പാട് വരും. അപ്പോൾ അത്രയും സമയം എടുക്കണ്ട. 7, 8, 56, 56 × 9 വേണേൽ മാറ്റിയിട്ട് 56 × 9 6, 9, 54 ശിഷ്ടം 5 9, 45, 45, 5, 50 കണ്ടോ? 504 വരും. ആ 504 എടുത്തിട്ട് ഈ കളഞ്ഞു പോയ 3 പൂജ്യത്തിനെയും കൊണ്ട് ഇവിടെ അങ്ങ് ഇട്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ അത്രയും സമയം ലാഭം, ചെയ്യാനും എളുപ്പം. അപ്പോൾ നമുക്ക് 1, 10, 100, 1000, 10,000, ലക്ഷം 5,04,000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി. അത്രയും ഓക്കെ ആണോ? പക്ഷേ ഇവിടെ തന്നേക്ക് നോക്കിയേ, ഇവിടെ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂബിക് സെൻറ്റിമീറ്ററില്ല, പക്ഷേ നമ്മളോട് വെള്ളത്തിൻ്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? സെൻറ്റിമീറ്ററിൽ വെള്ളം എടുക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ലിറ്ററിലോട്ട് മാറ്റണം. എന്താവും നിങ്ങളെ? ലിറ്ററിലോട്ട്. വെള്ളമൊക്കെ ലിറ്ററിലല്ലേ പറ്റത്തുള്ളൂ, ലിക്വിഡല്ലേ. അപ്പോൾ അതിനെ ലിറ്ററിലോട്ട് മാറ്റണം. സെൻറ്റിമീറ്ററോ മീറ്ററോ പറ്റത്തില്ല, ലിറ്ററിലോട്ട് മാറ്റണം. ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ബോക്സ് ഇട്ട് ഞാൻ പറഞ്ഞായിരുന്നു, എഴുതി പഠിക്കണേന്ന് പഠിച്ചായിരുന്നോ? 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. എന്താവും നിങ്ങളെ? 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. പഠിച്ചായിരുന്നല്ലോ, പഠിച്ചവർക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0 മേളിലും താഴെയുണ്ടേ വെട്ടിപ്പോവും ഇല്ലേ? അതൊക്കെ അറിയാമല്ലോ. ബാക്കി 504 ഡിവൈഡ് 1 504 ലിറ്ററാന്നേ. ഇതിൽ കൂടുതലൊന്നും ഇതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്കത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യാപ്തം കാണാൻ നമുക്കറിയാം. 0നെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്യുക അല്ലെ ഗുണിക്കുക. അപ്പം നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ കൂടെ പിന്നെ എടുത്ത് കളഞ്ഞ 0നെ പറക്കി വെക്കുക. പിന്നെ ചോദ്യത്തിൽ നോക്കുക, നമുക്ക് ലിറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ മീറ്ററിലോട്ട് മാറ്റാനാണോ അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടോ? ഉണ്ട്, ലിറ്ററിലാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മളതിനെ എന്താക്കണം? വെള്ളമാണ് അല്ലേ? ആകൃതിയിലുള്ള ടാങ്കിൻ്റെ അകത്തെ അളവുകളാണ്, ലിറ്ററിലാണ് ചോദിച്ചത്. അപ്പോൾ അതിനെ ലിറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 504 കിട്ടി. ഓക്കെ ആണോ നിങ്ങളെ? അതിൻ്റെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. മൂന്നാമത്തത് 3 ചെയ്യാം നിങ്ങളെ. ബാക്കി നമുക്ക് അടുത്ത ലിങ്കിലിടാം. ഒരു ചതുരപാത്രത്തിന് 90 സെൻറ്റിമീറ്റർ നീളവും 40 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. ഇതിൽ 180 ലിറ്റർ വെള്ളം കൊള്ളും. വെള്ളമാണേ അതും നോക്കണേ, സെൻറ്റിമീറ്റർ 180 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. എത്ര ഉയരത്തിൽ? അപ്പോൾ വെള്ളം ആ പാത്രത്തിൽ എത്ര ഉയരത്തിൽ വെള്ളം കാണുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് 180 ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ ഹൈറ്റ് ഈസ് ദ വാട്ടർ ലെവൽ? നമ്മൾ വെള്ളം ഒരു ഗ്ലാസ്സിലായാലും നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അതിനകത്തിൽ എത്ര ഉണ്ട്? നിറച്ചുണ്ടോ? പകുതിയുണ്ടോ? ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് എത്ര ഉയരത്തിൽ അതിൽ വെള്ളമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ അത് വെള്ളമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നമുക്ക് നീളവും വീതിയും ഹൈറ്റും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടാവും നിങ്ങളെ. ലെങ്ത് 90 ഉണ്ട്. വിഡ്ത്ത് എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് എന്ന് വെച്ചാലും വീതിയാണ്, വീതിയുണ്ട് 40 ഉണ്ട്. നോക്കിക്കേ, ഉയരം തന്നിട്ടില്ല. ഉയരം ഉണ്ടോ? ചോദ്യത്തിൽ ഉയരം ഉണ്ടാവും നിങ്ങളെ? ഇല്ല. പക്ഷേ
കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഇതിൽ 180 ലിറ്റർ വെള്ളം ഉള്ളളവ് എന്നാണ് കുഞ്ഞുങ്ങളെ, ഉള്ളളവ് അല്ലെ കപ്പാസിറ്റി നമുക്ക് തന്നു 180 ലിറ്റർ ആണെന്ന്. ഹൈറ്റ് ഇല്ല, പെട്ടേ അല്ലേ, എന്നത്തെ പോലെ ഇതും പെട്ട്. ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഹൈറ്റ് ഉയരമാണ് കേട്ടോ. ഉയരം നമുക്ക് തന്നിട്ടില്ല എന്ന്. അപ്പോൾ നോക്കിക്കേ, തന്നിട്ടില്ലെങ്കിൽ L/B/H വോളിയമാണ്. അത് നമുക്കറിയാമല്ലോ, അറിയാമേ. അപ്പം നീളം ഗുണം വീതി ഗുണം ഉയരം ഇൻറ്റു വോളിയം നമുക്ക് എത്ര തന്നു? 180 ലിറ്റർ തന്നിട്ടുണ്ട്. 180 ലിറ്ററാണ്. കണ്ട, അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, 1000 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 180 ലിറ്ററോ? 1 ലിറ്റർ 1000 ആണെങ്കിൽ 2 ലിറ്റർ എത്ര? 2000. 3 ലിറ്റർ 3000. 5 ലിറ്റർ 5000. അപ്പം 180 ലിറ്റർ 180 ഇട്ടിട്ട് 3 പൂജ്യം ഇട്ട് കൊടുത്താൽ പോരായോ? ഇല്ലയോ? നിങ്ങൾ എളുപ്പമല്ലേ, 180 ഇട്ടിട്ട് 3 പൂജ്യം കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. 1 ലിറ്റർ ആയപ്പോൾ 1ൻ്റെ കൂടെ 3 പൂജ്യം ഇട്ടെടുത്തു. 2 ലിറ്റർ ആയപ്പോൾ 2ൻ്റെ കൂടെ 3 പൂജ്യം. അപ്പോൾ 180 ആണെങ്കിൽ 180ൻ്റെ കൂടെ 3 പൂജ്യം. ഇതൊക്കെ വെറും ക്ലൂകൾ മാത്രമാണ്, കാരണം ലിറ്റർ ആയതുകൊണ്ടാണ് ഈ 3 പൂജ്യം കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ നീളം ഗുണം വീതി നോക്കിയേ, 90 × 4. ഞാൻ പറഞ്ഞു പൂജ്യം ഉണ്ടെങ്കിൽ മാറ്റിയേക്കും. 9 × 4 36. മാറ്റി വെച്ച 2 പൂജ്യം കിട്ടുമ്പോൾ 3600 × H. അപ്പോൾ H എത്ര? 1s 10s 100 1000 10,000 1,80,000/3600. മേളിലും താഴെയും പൂജ്യം വന്നു, പൂജ്യം വെട്ടി, ബാക്കി 1800/36. ഈ 1800/36 വെട്ടാനറിയാവുന്നവർക്ക് ഇങ്ങനെ വെട്ടാം. എന്താ കുഞ്ഞുങ്ങളെ, ഒന്നുകിൽ 2 വെച്ച്, ഇത് ഞാൻ 2 വെച്ച് വെട്ടിയേക്കും. എത്ര? 2 9 2 18 18 2 36. അപ്പോൾ എത്ര? ബാക്കി 900/18. ഇനി 9ഉം 18ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും കേട്ടോ. ഇനി അതും അറിയത്തില്ലെങ്കിൽ പകുതി വെച്ചാൽ മതി. 900ൻ്റെ പകുതി 450, 18ൻ്റെ പകുതി 9 കേട്ടോ. 45/9 5 കേട്ടോ. 5 9 45. ഈ പൂജ്യമാണ് ഈ പൂജ്യം. അപ്പം 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഉയരം നമുക്ക് കിട്ടി. എത്ര കുഞ്ഞുങ്ങളെ ഉയരം? എത്ര ഉയരം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചത്. എത്ര? 50 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ വന്നത് എന്തുകൊണ്ടാണ്? കണ്ടേ, നീളം 90 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ, അപ്പോൾ ഉയരം 50 സെൻറ്റിമീറ്റർ കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കി എഴുതണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇതൊക്കെ വെട്ടുന്നത് പൂജ്യം മേളിലും താഴെ ഉണ്ടെങ്കിലേ വെട്ടാവേ, ചാടിക്കേറി വെട്ടല്ലേ. വെട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ലിറ്ററിലോട്ട് മാറ്റിയത് കൊണ്ടാണ് കേട്ടോ. മനസ്സിലാക്കി പോണേ കേട്ടോ. ഇനി അങ്ങോട്ടങ്ങോട്ട് ഇതുപോലെ കട്ടി കൂടും. ഇതുവരെ പഠിച്ചതുപോലെ അല്ല, നമ്മൾ ഓരോ ചാപ്റ്റർ അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറും അതുവരെ പഠിച്ച ആ ഒരു ഇതായിരിക്കത്തില്ല, കട്ടി കൂടി കൂടി വരും. ഇന്ന് ആ പഠിപ്പിച്ച കണക്കുകൾ നിങ്ങളൊരു 3-4 വട്ടം കണ്ടെങ്കിലേ പറ്റൂ. കാരണം എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച രീതിയല്ല, വെറൈറ്റി രീതികളാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ, അത് ഞാൻ നാളെ ഇടാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഈ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കയറി കാണണം കേട്ടോ. ഒരു വട്ടം കണ്ടാൽ ചിലപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക്, ചിലവർക്ക് ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവും. ചിലപ്പോൾ ഒരാൾക്ക് 2-3 വട്ടമൊക്കെ കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. ആ കണക്കല്ലേ, അങ്ങനെ കണ്ടെങ്കിലേ നമ്മളെന്നാലും പഠിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.